എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ മാർഗരറ്റിനോട് ഇപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവന്റെ ബോഡിയിലെ പ്ലാസ്റ്റർ അത് മുഴുവൻ റിമൂവ് ചെയ്യാണ്. അവന്റെ ബോഡിയിലെ പരിക്കുകളെല്ലാം ഹീലായി കഴിഞ്ഞിരിക്കുകയാണ്. അവൻ മാർഗരറ്റിനോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ ഈ ഡ്രസ്സിലുള്ള എംബ്രോയിഡറി വർക്ക് അതൊന്ന് എടുത്തു കളയോ? ഞാൻ ഈ കോലത്തില് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയാൽ ഉറപ്പായിട്ടും അവരെന്നെ കളിയാക്കും. അത് കേട്ട് മാർഗരറ്റ് ചിരിക്കും. അവളാണെങ്കിൽ ആ ഡ്രസ്സിൽ പതിപ്പിച്ചിരുന്ന പൂവും കായൊക്കെ റിമൂവ് ചെയ്ത് ഇപ്പൊ അവൻ ആ ഡ്രസ്സ് അത് നോർമലാക്കി കൊടുക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ കടൽ കടന്നു പോണം. അവന് വെള്ളത്തിലൂടെ നീന്താൻ കഴിയില്ല. ഉടനെ അവനാണെങ്കിൽ നിങ്ങളുടെ കയ്യില് കപ്പൽ എന്തെങ്കിലും ഉണ്ടോന്ന് അവളോട് ചോദിക്കും. അതിന് അവൾ പറയും, ഇവിടെ വേറെ കപ്പലൊന്നും ഇല്ല. ആക്ച്വലി ഇതൊരു ഒറ്റപ്പെട്ട ഐലാൻഡാണ്. ഇതുവരെ പുറത്തു നിന്ന് ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. കാരണം ഈ ഒരു ഐലാൻഡിന് ചുറ്റും ഒരുപാട് സീ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഈ കരയ്ക്കടിയുന്നവരെല്ലാവരും ഡെഡ് ബോഡി ആയിട്ടാണ് ഈ കരയിലേക്ക് അടുക്കാറ്. ഞങ്ങളുടെ രാജ്ഞി അവര് പോലും ട്രാവൽ ചെയ്യുന്നത് വലിയ രണ്ട് സീ മോൺസ്റ്റേഴ്സ്, ആ നല്ല സ്പീഡുള്ള സീ മോൺസ്റ്റേഴ്സ് സ്നേക്കിനെ കപ്പലിന് മുൻപിൽ കെട്ടിവെച്ചാണ് അവര് ട്രാവൽ ചെയ്യുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ഈ കടലില് അവിടെ കാറ്റുമില്ല, അലകളുമില്ല, ഒന്നുമില്ല. സോ ഈ ഒരു സീ മോൺസ്റ്റർ സ്നേക്ക് അവറ്റകളുടെ സ്പീഡിലാണ് ആ കപ്പൽ ട്രാവൽ ചെയ്യുക. ലൂഫിക്ക് ആണെങ്കിൽ അത് കേട്ട് ഫ്യൂസ് പോവും. അവൻ തല കറങ്ങി താഴേക്ക് വീഴാണ്. അപ്പോഴായിരിക്കും ലൂഫിക്ക് ഒരു ബുദ്ധി വെളിച്ചുണ്ടാവുക. എന്തുകൊണ്ട് ഒരു റാഫ്റ്റ് ഉണ്ടാക്കിക്കൂടാ? ഒരു റാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുഴഞ്ഞു പോവാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന മരവും ചില്ലകളും ഒക്കെ വെട്ടി താഴെയിട്ട് ഒറ്റയ്ക്കൊരു റാഫ്റ്റ് ഉണ്ടാക്കി അത് കടലിലേക്ക് ഇടുകയാണ്. ആ പെണ്ണാണെങ്കിൽ ഇവൻ എന്താ ചെയ്യണമെന്ന് മനസ്സിലാവാതെ വണ്ടറടിച്ചു നിൽക്കും. അവൾക്കാണെങ്കിൽ ആ റാഫ്റ്റ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രയും പെട്ടെന്ന് പൊട്ടി തകരുമെന്ന്. ലൂഫി അതുമായിട്ട് രണ്ടടി മുൻപോട്ട് പോവും. പക്ഷെ അപ്പോഴേക്കും ആ റാഫ്റ്റ് തകർന്ന് നമ്മുടെ ലൂഫി അവൻ വെള്ളത്തിലേക്ക് പോവും. ലൂഫി നീന്താനാവാതെ വെള്ളം കുടിക്കുന്ന കണ്ട മാർഗരറ്റ് അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ലൂഫിയെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവരാണ്. ലൂഫി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് താങ്ക് യു വെരി മച്ച്. ആക്ച്വലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ താങ്ക് യു ഉസോപ്പുമാണ് ഞങ്ങളുടെ കപ്പലിൽ ചെയ്യുക. സോ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ റാഫ്റ്റ് അത് ഇത്ര പെട്ടെന്ന് തന്നെ തകർന്നു പോയത്. മാർഗരറ്റ് ആണെങ്കിൽ വണ്ടർ അടിക്കും, ഈ ബോയ്സ് അവർ ശരിക്കും ഇത്രയും വീക്കാണോ? ബോയ്സിന് നീന്താൻ അറിയില്ലേ? സത്യത്തിൽ ഇവൻ ഒരു ബോയ് തന്നെയാണോ എന്നൊക്കെ ചിന്തിച്ച് തല പോഞ്ഞിരിക്കും. മാർഗരറ്റിനാണെങ്കിൽ ലൂഫിയെ കാണുമ്പോൾ പാവം തോന്നും. പക്ഷെ അവനെ ആണെങ്കിൽ വെറുതെ വിടാനും അവൾക്ക് മനസ്സ് വരില്ല. ഇൻ കേസ് അവൾ ലൂഫിയെ വെറുതെ വിടുകയാണെങ്കിൽ അത് അവളുടെ അയലാനിനോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. അവൾ ലൂഫിയോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്, എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കും. പക്ഷെ അടുത്ത നിമിഷം അവൾ അന്യനെ പോലെ ടേൺ ചെയ്ത് അവളുടെ അമ്പെടുത്ത് ഇപ്പൊ ലൂഫിക്ക് നേരെ ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട് ലൂഫി അവൻ ഷോക്കാവും. മാർഗരറ്റ്, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കണേ? അടുത്ത നിമിഷം അവൾ ആരോ വിട്ട് ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാണ്. അവൻ ഓരോ അറ്റാക്കിൽ നിന്നും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ലൂഫി ആരോ നോക്കും. അതാണെങ്കിൽ വലിയ പാറകൾ പോലും തുളച്ചു പോയിരിക്കുകയാണ്. ലൂഫി അതിൽ ഒരെണ്ണം എടുത്ത് ചെക്ക് ചെയ്യും. അത് കാണാൻ നോർമൽ പോലെ തന്നെയാണ്. അപ്പോഴായിരിക്കും അവൾ പറയാ അതിൽ ഹാക്കി പവർ ഉണ്ട്. ആ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് ആ അമ്പുകളെല്ലാം ഇത്രയും സ്ട്രോങ്ങും ഇത്രയും ഷാർപ്പും ആയത്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള ലേഡീസ് അവരവിടേക്ക് ചാടി വീണ് ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യുക. കട്ട് ചെയ്ത ആ കടൽ തീരം കാണിക്കും. അവിടെയാണെങ്കിൽ രണ്ട് കപ്പല്, ഒന്ന് ആ അയലാൻഡിന്റെ പ്രിൻസസിന്റെ കപ്പല്, മറ്റൊന്ന് ഒരു നേവി കപ്പൽ. ആക്ച്വലി ഗവൺമെന്റിനും ഈ ഒരു അയലാൻഡിനും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. ഗവൺമെന്റ് ഒരിക്കലും ഈ ഒരു അയലാൻഡിന്റെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാര്യം അവരെ അറിയിക്കാനുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ദൂരത്തായിട്ട് കപ്പൽ സ്റ്റോപ്പ് ചെയ്യണം. അവിടെ വെച്ച് മാത്രമേ ഈ അയലാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഇപ്പൊ നേവി കപ്പല് 3 കിലോമീറ്റർ ദൂരെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ആ നേവി ടീംസ് അവർ ഒരുപാട് സമയമായി പ്രിൻസസിന്റെ കപ്പലിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഒരു സീ കിങ് അവരെ അറ്റാക്ക് ചെയ്തത്. അതിനെ കണ്ട ഉടൻ സോൾജിയേഴ്സ് അവരറഞ്ഞം പുറഞ്ഞ് അറ്റാക്ക് ചെയ്യും. അതിനൊന്നും സംഭവിക്കില്ല. അത് കണ്ട വൈസ് അഡ്മിറൽ ആള് വലിയൊരു വാളെടുത്ത് അതിനെ ആഞ്ഞു വെട്ടി കൊന്നുകളയും. കട്ട് ചെയ്ത ആ വൈസ് അഡ്മിറൽ ആളിപ്പോ ആ ലേഡീസിനോട് പറയും, ഞങ്ങൾ ഇവിടേക്ക് അത്യാവശ്യമായിട്ട് വന്നത് നിങ്ങളുടെ ലേഡി പ്രിൻസസിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണാനാണ്. ഗവൺമെന്റിൽ നിന്ന് ഇപ്പൊ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറായിട്ടില്ല എങ്കിൽ ഗവൺമെന്റ് പിന്നെ നിങ്ങളെ കാണുന്നത് വെറും സാധാരണ ഒരു പൈറ ടീമായിട്ട് മാത്രമായിരിക്കും. അത് പിന്നീട് നിങ്ങളുടെ ഭാവിക്ക് തന്നെ വലിയ പ്രശ്നമായി തീരും. അത് കേട്ട് ആ പ്രിൻസസ് അവളിപ്പോ പതിയെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്.
അവളാണെങ്കിൽ അങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വന്ന് അടുത്തുണ്ടായിരുന്ന ഒരു പൂച്ചയെ പേടിപ്പിക്കും. ഉടനെ ആ പൂച്ചയുടെ ഓണർ ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് ആ പൂച്ചയെ എടുത്ത് കയ്യിൽ പിടിക്കും. അതിനുശേഷം വീണ്ടും അവൾ നടന്നു വന്ന് ആ കപ്പലിന്റെ ഫ്രണ്ടിലുള്ള പാമ്പിന്റെ തലയിൽ കയറി നിന്ന് ആ നേവി കപ്പലിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. അത് കാണുമ്പോൾ തന്നെ അഡ്മിറൽ ആള് പറയും, എല്ലാവരും റെഡി ആയിരിക്കണം, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അവൾ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാം. ആ സോൾജേഴ്സ് ആണെങ്കിൽ അവളെ നോക്കും. അവളുടെ സൗന്ദര്യം കണ്ട് അവരങ്ങനെ മത്തി മറന്ന് നിൽക്കാണ്. വാവ്, യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ വെള്ളമിറക്കി കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവൻ ആ ലേഡീസുകളെ കണ്ട് പേടിച്ചു വരച്ച് ഓരോ മരത്തിലൂടെയും ഓടിയും ചാടിയും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ ഒരു വിധത്തില് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവും. പക്ഷെ ആ ലേഡീസ് ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവനെ പിടിക്കണം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ മാർഗരറ്റിനാണെങ്കിൽ ലൂഫിയെ പിടിക്കാനോ അവനെ കൊല്ലാനോ ഒട്ടും മനസ്സില്ല. പക്ഷെ കൂടെയുള്ള ലേഡീസ് അവര് വമ്പൻ ആവേശത്തില് വമ്പൻ കലിപ്പില് ലൂഫിയെ പിടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ആ കാട് മുഴുവൻ ഇപ്പൊ കയറി ഇറങ്ങും. അതേസമയം ഇവിടെ ലൂഫി അവൻ ആ വലിയ മല അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. ആക്ച്വലി ഈ ഒരു മല കടന്നാണ് ലൂഫി ഇവിടേക്ക് വന്നത്. സോ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. അവൻ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിന് മുകളിലേക്ക് കയറുമ്പോഴേക്കും ആ ലേഡീസ് അവർ കറക്റ്റായി ലൂഫിയെ കണ്ടുപിടിക്കും. അടുത്ത നിമിഷം അതിൽ ഏതോ ഒരു പെണ്ണ് അവളൊരു അമ്പെടുത്ത് ലൂഫിക്ക് നേരെ അയക്കും. ലൂഫി ജസ്റ്റ് മിസ്സിന് അമ്പിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ, അതാ പാറ തകർത്ത് ഇപ്പൊ ലൂഫി അവന്റെ കൺട്രോൾ പോയി താഴേക്ക് വീഴാണ്. കട്ട് ചെയ്താ ഇവിടെ ആ പ്രിൻസസ് അവളാണെങ്കിൽ അവളുടെ 2 സിസ്റ്റേഴ്സിന്റെയും കൂടെ നിന്ന് ഇപ്പൊ നേവി ഫോഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയും, എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും യാതൊരു ഇഷ്ടവും ഇല്ല. നിങ്ങൾ എന്നെ ഒരു വാർലാഡായിട്ട് അംഗീകരിച്ചാൽ മതി. അത് കേൾക്കേണ്ട താമസം ആ പൈററ്റ്സിനാണെങ്കിൽ അതിന് 100 വട്ടം സമ്മതമാണ്. പക്ഷെ അവരുടെ ക്യാപ്റ്റന് അത് തീരെ ഇഷ്ടാവില്ല. കാരണം അവരെ തോൽപ്പിച്ച് അവൾ വാർലാഡായി മാറും എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവള് പറഞ്ഞത്. അവൻ കലി കയറി ഇപ്പൊ പല്ല് കടിക്കാൻ തുടങ്ങും. അവള് വീണ്ടും ഇപ്പൊ ചോദിക്കും, നിങ്ങളുടെ ഷിപ്പിലുള്ള ആ കാർഗോസ് അത് മുഴുവൻ ഞങ്ങൾക്ക് തരോ? അതിനാ ക്യാപ്റ്റൻ ടെൻഷനാവും. അവൻ ദേഷ്യപ്പെട്ടു പറയും, നീ എന്താ കരുതിയേ ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്നോ? നീ നിന്റെ സൗന്ദര്യം കാണിച്ച് ഞങ്ങളെ മയക്കുക, ഞങ്ങൾ ഒരു കാരണവശാലും അതിലൊന്നും വീണ് പോവില്ല. പക്ഷെ അത് കേട്ട് അവളാണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് ചിരിക്കും. ആ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒന്നും പിടിയിട്ടില്ല. ഇവളെന്തിനാ ചിരിക്കണേന്ന് പറഞ്ഞ് ആ നേവി ക്യാപ്റ്റൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സോൾജേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ അവളെ കണ്ട് മയങ്ങി കയ്യിലുണ്ടായിരുന്ന എല്ലാ ട്രഷറും അവൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ തലയിൽ വെച്ച് മുൻപോട്ട് ഓടാണ്. മാഡം, വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഞങ്ങൾ തന്നെ ഇതൊക്കെ തലച്ചുമടായി കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽക്കല്ല് സമർപ്പിക്കാം. അത് കണ്ട ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ ആ സോൾജേഴ്സിനെ നോക്കി കണ്ണുരുട്ടും. അത് കണ്ട് പേടിച്ച് അവര് ക്യാപ്റ്റനോട് സോറി പറഞ്ഞ് സാധനങ്ങൾ തിരികെ കൊണ്ടുപോകും. ആളാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കടക്കും. ആ എയ്സിനെ അവനെ പണ്ട് ആ പൈററ്റ് കിങ്ങിനെ അദ്ദേഹത്തെ കൊന്നതുപോലെ തന്നെ ഇപ്പൊ കൊല്ലാനായിട്ട് പോവാണ്. പബ്ലിക് സ്പേസിൽ വെച്ച് നേവി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്തായിട്ടാണ് എയ്സിന്റെ എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നത്. സോ അവനെ രക്ഷിക്കാനായിട്ട് ആ വൈറ്റ് ബിയേർഡ് അവൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കുറച്ച് വാർലാഡ്സിനെ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ നീ തീർച്ചയായിട്ടും അവിടേക്ക് വരണം. ഇൻ കേസ് നീ അവിടേക്ക് വന്നിട്ടില്ല എങ്കിൽ വാർലാഡ് എന്നുള്ള നിന്റെ പദവി അതെടുത്തു മാറ്റും. അതെല്ലാം കേട്ട് അവൾ ഹായായിട്ട് ആ പാമ്പിന്റെ ദേഹത്ത് കിടക്കും. അതിനുശേഷം പറയും, ആക്ച്വലി വാർലാഡ് എന്നുള്ള പദവി അതെനിക്കിഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് നേവി ആൾക്കാരെ അവരോട് ഭയങ്കര വെറുപ്പാണ്. സോ ഒരു കാരണവശാലും അവർ പറയുന്ന കാര്യങ്ങൾ അത് ഒബേ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവളിപ്പോൾ അവരെ എല്ലാവരെയും അങ്ങനെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങും. അത് കാണുമ്പോൾ തന്നെ ആ നേവി സോൾജേഴ്സിന് പേടിയാവും. കാരണം അവൾക്ക് ഒരു പ്രത്യേക പവറുണ്ട്. അവളുടെ ആ ഒരു പവർ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും അവൾക്ക് കല്ലാക്കി മാറ്റാൻ കഴിയും. മുൻപ് കുജ പൈററ്റ്സിനെ അവരെ മുഴുവനും ഇവളാണ് കല്ലാക്കി മാറ്റിയത്. അവളാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആ കപ്പലിലേക്ക് എടുത്തു ചാടും. അതിനുശേഷം പറയും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യൂ, കാരണം ഞാനാണ് അതിസുന്ദരിയായ സ്നേക്ക് പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ കൈയൊക്കെ വീശി കാണിക്കും. അത് കാണേണ്ട താമസം അവളുടെ ഐലാൻഡിലുള്ള ആ ലേഡീസ് അവരെല്ലാവരും കൈയൊക്കെ ഉയർത്തി അവളുടെ പേര് വിളിച്ചു പറയാണ്. അവളാണെങ്കിൽ അവളുടെ ലവ് ബീം പവർ അതുപയോഗിച്ച് ആ സോൾജേഴ്സിനെ മുഴുവനും കല്ലാക്കി മാറ്റും. ആക്ച്വലി ഇവളുടെ പവർ അത് ഉപയോഗിക്കുന്നത് ആദ്യം അവളുടെ സൗന്ദര്യത്തില് ആൾക്കാരെ മയക്കിയതിന് ശേഷമാണ്. ആ ക്യാപ്റ്റൻ മാത്രം അവളുടെ ട്രാപ്പിൽ പെടാത്തതുകൊണ്ട് തന്നെ ആള് കല്ലായി മാറില്ല. അവൻ നിലവിളിച്ചു പറയും, 2 ദിവസം
രണ്ട് ദിവസം നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. നീ എൻ്റെ ഒപ്പം വന്നിട്ടില്ല എങ്കിൽ എഗ്രിമെന്റ് അതിവിടെ വെച്ച് ക്യാൻസൽ ആവുമെന്ന് പറയും. അത് കേട്ട് അവൾ വീണ്ടും അവനെ നോക്കി ക്യാഷ്വലായി ചിരിച്ച് അങ്ങനെ നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.